അപ്പം ഈ ഇന്റർനാഷണൽ നിയമങ്ങളുടെ വയലേഷൻ എന്ന് പറയുന്നത് ഹമാസിന്റെ ആക്രമണം. പക്ഷെ ഇസ്രായേലിന്റെ തിരിച്ചടി ഇന്റർനാഷണൽ നിയമങ്ങളുടെ വയലേഷൻ അല്ല. എവറി നേഷൻ ഹാസ് എ സോവറൻ നേഷൻ ഹാസ് എ റൈറ്റ് ടു റെസ്പോണ്ട് ആൻഡ് ഡിഫെൻഡ് ഇഫ് അറ്റാക്ട്. അതിന്റെ സോവറിനിറ്റി വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചടിക്കാനുള്ള അവകാശം എല്ലാ രാജ്യങ്ങൾക്കും ഉണ്ട്. അപ്പോഴാണ് വരുന്നത് ഈ ഖത്തറിൽ നടത്തിയിട്ടുള്ള ആക്രമണം അങ്ങനെ ഒരെണ്ണം ആണോ എന്നുള്ളൊരു ചോദ്യം. ഖത്തറിൽ എന്താ പ്രശ്നം? ഈ ഒക്ടോബർ 7 കശാപ്പ് സംഘടിപ്പിച്ച ഈ അൽക്കുലത്ത് ടീമുകൾ, അതായത് ഹമാസിന്റെ ടീമുകൾ, നിങ്ങൾ കണ്ടിട്ട് ഇസ്മയിൽ ഹനിയയുടെ നേതൃത്വത്തിൽ ഇപ്പൊ ഇന്നലെ കൊല്ലപ്പെട്ടവരുടെ ലിസ്റ്റിലുണ്ടാകും എന്ന് ഇസ്രയേൽ പറയുകയും എന്നാൽ ഹമാസ് നിഷേധിക്കുകയും ചെയ്യുന്ന ഖലീൽ അൽ ഹയ ഉൾപ്പെടെ ഉള്ള ഒരു ടീം, ഒരു 10ഓളം പേരും ആളുകൾ ഈ വാർത്ത കേട്ടുകൊണ്ട് പ്രത്യേക പ്രാർത്ഥന നടത്തുകയാണ് അവരുടെ ഗോത്ര ദൈവത്തോട് മുട്ടിലഴിഞ്ഞ്. വളരെ നന്നായിട്ടുണ്ട്, ഇത്രയും പേരെ 1200 പേരെ കൊല്ലാൻ കഴിഞ്ഞല്ലോ, ഇത്രയും പേരെ റേപ്പ് ചെയ്യാൻ കഴിഞ്ഞല്ലോ, ഇത്രയും കുട്ടികളെ കൊല്ലാൻ കഴിഞ്ഞല്ലോ, ഇത്രയും ശവങ്ങള് ജീവനുള്ളവരെയും വലിച്ചഴിച്ചുകൊണ്ട് ബന്ദികളാക്കാൻ കഴിഞ്ഞല്ലോ, ഇത്രയും കത്തിക്കാൻ കഴിഞ്ഞല്ലോ, ഇത്രയും ജൂതരെ കൊല്ലാൻ കഴിഞ്ഞല്ലോ, ഇതിനെ സഹായിച്ച ദൈവമേ, ആഹാ വാട്ടേ ദൈവം. ആ ദൈവത്തിന് പരസ്യമായിട്ട് അത് ബ്രോഡ്കാസ്റ്റ് ചെയ്യുക. അതാണ് ഹമാസിന്റെ ഒരു പ്രത്യേകത. ഹമാസ് കൊല്ലുന്നതും തിന്നുന്നതും റേപ്പ് ചെയ്യുന്നതും എല്ലാ സംഗതികളും പുറത്തേക്ക് ഐസിസ് മോഡലാണ്. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇസ്മയിൽ ഹനിയ എവിടെ ഇരുന്ന് ഇതൊക്കെ ചെയ്തത്. ഈ ഇസ്മയിൽ ഹനിയയും സംഘവും, ഖാലിദ് മഷാലാലും ഇസ്മയിൽ ഹനിയാലും അൽ ഹയ്യർ, ഇങ്ങനെ കുറെ ആളുകളുണ്ട്. എവിടെ ഇരുന്ന് ഇതൊക്കെ ചെയ്യുന്നത്? ഇവര് ചെയ്യുന്നത് ഖത്തറിൽ ഇരുന്നാണ്. അപ്പൊ ഖത്തർ ഈസ് എ പാർട്ട് ഓഫ് ഹമാസ് അല്ലേ? വേറൊരു രാജ്യം ഇങ്ങനെ സേഫ് ഹേവനായിട്ട് ഒരുക്കി കൊടുക്കും. ഖത്തർ ഈ യുദ്ധത്തിലുണ്ട്, ഈ പ്രശ്നത്തിലുണ്ട്. They are not the solution, they are the part of the problem. In fact, they are the problem. ഇത് 2017 സൗദി അറേബ്യയും ബഹ്റൈനും UAEയും ഈജിപ്തും ഒക്കെ പറഞ്ഞ കാര്യമാണ്. 3.5 വർഷത്തോളം അവർ ബോയ്ക്കോട്ട് ചെയ്തതാണ്. ഈ ചാനലിനെ കുറിച്ച് പറഞ്ഞാണ്. അതുപോലെ തന്നെ അവരെ വേറൊരു ആക്രമണം, വേറൊരു വലിയൊരു പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അറബ് സ്പ്രിംഗ് പോലെയുള്ള പ്രതിരോധങ്ങൾ, ഇതിൽ പലതും വലിയ കോമഡി ആയിട്ടോ അല്ലെങ്കിൽ കോംപ്രമൈസോ ആയിട്ടോ മാറി. അത് വെച്ച് പല രാജഭരണകൂടങ്ങൾക്കെതിരെയുള്ള ഒപ്പോസിഷൻ ലീഡേഴ്സിനെ അവിടെ കലാപം നടത്താനായിട്ട് അൽ ജസീറ വഴി പ്രേരിപ്പിക്കുന്നു എന്നുള്ളതായിരുന്നു വേറൊരു ആരോപണം. സത്യത്തിൽ ഈ സുന്നി രാജ്യങ്ങൾക്ക് ഈ ഖത്തറിന്റെ പിടിവാശിക്ക് മുന്നിൽ കീഴടങ്ങേണ്ടി വന്നു എന്നുള്ളതാണ് സത്യം. അവർ ഒരേ ഒരു കാര്യം പറഞ്ഞത്, മുസ്ലിം ബ്രദർഹുഡ്, ഹമാസ്, താലിബാനൊക്കെ പോലെയുള്ള ഭീകര സംഘടനകളെ സപ്പോർട്ട് ചെയ്യുന്ന, പ്രൊമോട്ട് ചെയ്യുന്ന, ഫണ്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ് ഖത്തർ എന്ന് പറഞ്ഞ അറബ് രാജ്യങ്ങൾ. ഇന്നലെ